നമുക്കറിയാവുന്നതുപോലെ ലോക പരിസ്ഥിതി ദിനമാണ് ഇന്ന് ആഘോഷിക്കുന്നത്. നമുക്കറിയാം ഇന്ന് ഈ പരിസ്ഥിതിയെ എങ്ങനെയൊക്കെയാണ് സംരക്ഷിക്കേണ്ടതെന്ന് നമ്മൾ പത്രമാസികകളിലൂടെയും അതുപോലെ തന്നെ മാധ്യമങ്ങളിലൂടെയും നമുക്ക് സുപരിചിതമാണ്. കഴിഞ്ഞ വർഷം പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നമ്മൾ പല സ്ഥലങ്ങളിൽ പോയി മരങ്ങൾ നടുകയും അതിന് കുറച്ച് പേര് കൂട്ടാളികളായിട്ട് കൂടെ പോവുകയും ചെയ്തിരുന്നു. ഈ വർഷം നമുക്ക് കഴിഞ്ഞ വർഷം മരങ്ങളൊക്കെ തന്നിരുന്നു. അതൊക്കെ നിങ്ങളുടെ വീടുകളിൽ വളരെ വലുതായി നിൽക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ വർഷം നമുക്ക് 500 മരങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഓരോ ക്ലാസ്സിൽ നിന്നും ചെടിയെ സ്നേഹിച്ച് നട്ടു വളർത്തുമെന്ന് ബോധ്യമുള്ള 25 കുട്ടികൾക്കാണ് അത് നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നാളെ ഇന്ന് ടീച്ചേഴ്സിന്റെ കയ്യിൽ പേര്. എല്ലാ വർഷവും ഏത് വർഷമാണ് ഈ പരിസ്ഥിതി ദിനം തെരഞ്ഞെടുക്കപ്പെട്ടത്? ഐക്യരാഷ്ട്രസഭ 1974 അല്ലേ? ഓ, നല്ല പഠനം ഉണ്ടല്ലോ നിങ്ങൾക്കൊക്കെ അല്ലേ? അപ്പൊ എല്ലാ വർഷവും ജൂൺ ഏതാ ദിവസം തെരഞ്ഞെടുക്കാറ്? ജൂൺ 5-നല്ല, എല്ലാ വർഷവും ജൂൺ 5-ന് പരിസ്ഥിതി ദിനമുണ്ട്. എല്ലാ വർഷവും ഓരോ മുദ്രാവാക്യങ്ങളും തെരഞ്ഞെടുക്കും. ഈ വർഷം എന്താ മുദ്രാവാക്യം? മറന്നുപോയി അല്ലേ? കാലത്ത് പത്രം വായിക്കാൻ സമയം കിട്ടിയില്ല, കുഴപ്പമില്ല അല്ലേ? അപ്പൊ ഈ വർഷത്തെ മുദ്രാവാക്യം എന്താണ്? ഭൂമിയെ പുനഃസ്ഥാപിക്കുക. എന്താണ്? ഭൂമിയെ പുനഃസ്ഥാപിക്കുക. നമ്മളായിട്ട് കുറെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടില്ല ഭൂമിയിൽ അല്ലേ? പ്ലാസ്റ്റിക്, അങ്ങനെ പല അല്ലേ, ഈ പല വാതകങ്ങള്, മനുഷ്യന് അനിയന്ത്രിതമായ ഇടപെടലുകൾ കൊണ്ട് അല്ലെ പല ജീവികളുടെയും ആവാസ വ്യവസ്ഥകളൊക്കെ നശിച്ചത്. ഇതൊക്കെ പുനഃസ്ഥാപിക്കാൻ നമ്മൾ ബോധപൂർവം ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളുടെ അനിയന്ത്രിതമായ ഇടപെടലുകളൊക്കെ കുറച്ച് അതിനുള്ള സാഹചര്യം ഒരുക്കുക. അപ്പൊ ഭൂമിയെ പുനഃസ്ഥാപിക്കുക, വീണ്ടും മനോഹരാക്കി തീർക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, കൂടാതെ വരൾച്ചയ്ക്കും മരുഭൂമി വൽക്കരണത്തിനും എതിരെയുള്ള പ്രവർത്തനങ്ങൾ. എന്തിനൊക്കെയാണ്? വരൾച്ചയ്ക്കും മരുഭൂമി. കുറെ നാൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭൂമി മരുഭൂമി പോലെ ആവും എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അത് ആവാതിരിക്കാനും വരൾച്ചയ്ക്കും എതിരെ ഉള്ള മുദ്രാവാക്യമാണ് ഈ വർഷം നമ്മളല്ല, ഐക്യരാഷ്ട്രസഭ തെരഞ്ഞെടുത്തിട്ടുള്ളത്. നിങ്ങളിങ്ങനെ ഇരിക്കുന്ന കാഴ്ച തന്നെ വളരെ നല്ലൊരു എനർജി, ശക്തിയാണ് ഇവിടെ എനിക്ക് പ്രത്യേകിച്ച് ലഭിക്കുന്നത്. നിങ്ങളുടെ അഭിമുഖമായിട്ട് ഞാനൊരു കൃഷിക്കാരനാണ്, കൃഷിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ ചെയ്യുന്ന കൃഷിപ്പണിയാണ് എൻ്റെ പരിസ്ഥിതി പ്രവർത്തനം. ആ കൃഷിപ്പണിയുടെ റിസൾട്ട്, ആ കൃഷിപ്പണിയിലൂടെ ഉണ്ടായി വരുന്ന, ഈ പ്രകൃതിയിൽ ഉണ്ടായി വരുന്ന ജീവജാലങ്ങൾക്ക് ഭക്ഷണം നൽകി പോരുന്നതായിട്ടുള്ള കായ്ഫലങ്ങൾ, ആ കായ്ഫലങ്ങളുടെ തുടർച്ച എന്നോണമാണ്. അതിൻ്റെ ആ റിസൾട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നു നിൽക്കാനുള്ള കാരണം. പ്ലാവുകളുടെ കൃഷിയാണ് ഞാൻ ചെയ്തു പോരുന്നത്. കഴിഞ്ഞ 27 വർഷമായിട്ട് പ്ലാവ് കൃഷി ചെയ്ത് ജീവിച്ചു പോരുന്ന ഒരു കൃഷിക്കാരനാണ് ഞാൻ. പ്ലാവ് കൃഷി എന്ന് പറയുമ്പോൾ ഒരു ചക്കക്കുരു മുളപ്പിച്ച്, ആ മുളപ്പിച്ച മുള വന്ന ചക്കക്കുരു അത് തിരി നീട്ടുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുളച്ചു വരിക, പിന്നീട് ഇലകൾ വിരിഞ്ഞ് അത് കുറച്ചുകൂടി വളർന്ന് അതിൽ ശിഖരങ്ങളുണ്ടായി, അതിൽ ചക്കകളുണ്ടായി, ആ ചക്കകൾ മൂത്ത് പഴുത്ത്
മനുഷ്യരടക്കമുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ഭക്ഷണ കലവറയായി മാറുന്ന ഒരു സൈക്ലിംഗ് ആണ് ഈ പ്ലാവ് എന്ന് പറയുന്ന വൃക്ഷം പുലർത്തിപ്പോരുന്നത്. ആ സൈക്ലിങ്ങിന്റെ പ്രവർത്തനം മനുഷ്യന്റെ കൈകളിലൂടെ കൊണ്ടുവരിക എന്നുള്ള ഒരു ജോലിയാണ് എൻ്റെ കൃഷിപ്പണി. ആ കൃഷിപ്പണി ഭൂമി ഇങ്ങനെ തരിശായിട്ട് ഒന്നുമില്ലാതെ, വൃക്ഷങ്ങളൊന്നുമില്ലാതെ ഇങ്ങനെ തരിശായിട്ട് കിടക്കുന്ന ഭൂമികളിൽ ആ ഭൂമി ഒരുക്കിയെടുത്ത് അതിൽ ഈ തൈകൾ കൊണ്ടുപോയി നട്ട് നനച്ച് സംരക്ഷിച്ചെടുത്ത് അത് വൃക്ഷങ്ങളാക്കി മാറ്റുന്ന പ്രവൃത്തിയാണ് പ്ലാവ് കൃഷി എന്ന് പറയുന്നത്. ആ കൃഷിയാണ് ഞാൻ ചെയ്തു പോരുന്നത്. അതങ്ങനെ കൃഷിയായിട്ട് ചെയ്തു പോരുന്ന, അതായത് ഞാൻ ചെയ്യുന്ന വിത്ത് കുഴിച്ചിട്ട്, ചക്കക്കുരു കുഴിച്ചിട്ട് മരമുണ്ടാക്കി കൃഷിയായിട്ട് ചെയ്തു പോരുന്നതെന്ന് കേരളത്തിൽ ഞാൻ മാത്രമാണ് എന്ന് പറയാം. പക്ഷെ ചക്കക്കുരു കുഴിച്ചിട്ട് മരങ്ങൾ ഉണ്ടാക്കുന്ന ഓരോരോ വീടുകളിലൊക്കെ നമ്മുടെ അച്ഛന്മാരൊക്കെ, നിങ്ങളുടെ അച്ഛന്മാരൊക്കെ ചെയ്യുന്നുണ്ടാകും. പക്ഷെ അത് മാത്രം ചെയ്ത് ജീവിച്ചു പോരുന്ന ഒരു തൊഴിലായി സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തി, അത് കേരളത്തിൽ നിന്ന് ഞാൻ മാത്രമാണ് ചെയ്തു പോരുന്നത്. അപ്പോൾ ആ പണി ആദ്യ കാലഘട്ടങ്ങളിൽ, അതായത് ഒരു 30 വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഞാൻ തുടക്കം കുറിച്ചപ്പോൾ, അപ്പൊ പ്ലാവുകളിൽ എനിക്ക് നിങ്ങളുടെ പ്രായത്തിൽ തന്നെ എനിക്ക് പ്ലാവിനെ കുറിച്ചിട്ടുള്ള കുറച്ച് അറിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ പ്രായത്തിൽ നിന്നും കുറച്ചും കൂടി ഉയർന്നപ്പോൾ, അതായത് ഒരു 7ാം ക്ലാസ്സിലൊക്കെ വെച്ചിട്ട് സ്കൂൾ കുട്ടികളൊക്കെ, നിങ്ങളെ പോലുള്ള കൂട്ടുകാരിൻ്റെ ഒരു കൂട്ടുകാര് കുട്ടികളിട്ട പേര് തന്നെയാണ് ഈ പ്ലാവ് ജയൻ എന്നുള്ളത്. Leaves are crying because it is not green. Earth is dying because it is not green. Earth is our dear mother, don't pollute it. She gave us food and shelter, just salute it. ിനേക്കാളും രാമൻകുട്ടി മരങ്ങളെ സ്നേഹിച്ചു. പെട്ടെന്നാണ് രാമൻകുട്ടി ആ കാഴ്ച കണ്ടത്. പറമ്പിലെ മരങ്ങളെല്ലാം ഉണങ്ങി കരിഞ്ഞു നിൽക്കുന്നു. പിന്നെ ഒട്ടും ആലോചിച്ചില്ല. മരങ്ങൾക്കെല്ലാം ധാരാളം വെള്ളമൊഴിച്ചു. മരങ്ങളെല്ലാം ഉഷാറായി വിരിഞ്ഞ് പന്തലിച്ചു. സന്തോഷം വന്നാലും സന്താപം വന്നാലും മരങ്ങൾക്ക് ചുറ്റും നൃത്തമാടുക രാമൻകുട്ടിയുടെ മാസ്റ്റർ പീസ് ആയിരുന്നു. ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി,
ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി